സോ ഹലോ, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് തേർഡ് ചാപ്റ്റർ ആണ്, ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇനി നമ്മൾ കാണാനിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി കളേഴ്സ് ആൻഡ് സെക്കൻഡറി കളേഴ്സ് അവിടെ തുടങ്ങിയിട്ടുള്ള ഭാഗമാണ്. ഈ പ്രൈമറി കളേഴ്സ് ആൻഡ് സെക്കൻഡറി കളേഴ്സിൽ നമ്മൾ ആദ്യം തന്നെ ഒരു എക്സ്പെരിമെൻറ്റിലാണ് ആ പോർഷൻ തുടങ്ങുന്നത്. അതിൽ ഗ്രീൻ, റെഡ്, അതുപോലെ തന്നെ ബ്ലൂ കളേഴ്സ് ഒരു 120 ആംഗിളിൽ അറേഞ്ച് ചെയ്ത എന്തുമ്പോഴാണ് ഒരു സർക്കുലർ ഡിസ്കിൽ അറേഞ്ച് ചെയ്തിട്ട് അത് ഓണാക്കി നമ്മളൊരു PVC പൈപ്പിൽ കൂടെ ലൈറ്റ് പാസ് ചെയ്ത് വിടാണ്. എന്നിട്ട് അതിനെ നമ്മളൊരു സ്ക്രീനിൽ പതിപ്പിക്കുകയാണ്. ഓക്കെ, അതൊരു സ്ക്രീനിൽ ഇൻസിഡൻ്റ് ആവാണ്. അപ്പോൾ ഈ കളേഴ്സ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് കാരണം തന്നെ പലതും ഓവർലാപ്പ് ചെയ്യും. ഓവർലാപ്പ് ചെയ്യുമ്പോൾ റിസൾട്ടൻ്റ് ആയിട്ട് നമുക്ക് എന്തൊക്കെ കളേഴ്സാണ് കിട്ടുന്നതെന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗ്രീനും റെഡും തമ്മിൽ ഓവർലാപ്പ് ചെയ്യും, റെഡും ബ്ലൂവും തമ്മിൽ ഓവർലാപ്പ് ചെയ്യും, ബ്ലൂവും ഗ്രീനും തമ്മിൽ ഓവർലാപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാം, അങ്ങനെയൊക്കെ അവർ ഓവർലാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആൻഡ് കളേഴ്സ് ഏതൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. ഇപ്പോൾ റെഡും ഗ്രീനും കൂടെ കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് യെല്ലോ കളറാണ്. ഇനി റെഡും ബ്ലൂവും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏത് കളർ കിട്ടും? നമുക്ക് കിട്ടാൻ പോകുന്ന കളർ എന്ന് പറയുന്നത് മജന്തയാണ്. ഓക്കെ, ബ്ലൂവും ഗ്രീനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന കളർ സിയാനാണ്. അപ്പോൾ റെഡും ഗ്രീനും കൂടി ചേർന്ന് കഴിഞ്ഞാൽ യെല്ലോ കിട്ടും, റെഡും ബ്ലൂവും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ മജന്ത കിട്ടും, ബ്ലൂവും ഗ്രീനും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ സയൻ കിട്ടും. ഇനി ഈ മൂന്ന് കളറും കൂടെ കൂടി ചേർന്ന സെൻട്രൽ ഏരിയ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. വാട്ട് ഈസ് എ കളർ? റെഡും ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന കളർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൈറ്റ് കളറാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ പ്രൈമറി കളേഴ്സ് ഏത് കളേഴ്സിനെയാണോ നമ്മൾ കൂട്ടിച്ചേർത്തത് അവരെയാണ് നമ്മൾ പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത്. ആ കൂടി ചേർന്നുണ്ടായ കളേഴ്സിനെയാണ് നമ്മൾ സെക്കൻഡറി കളേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി കളേഴ്സ് ഏതാണ്? റെഡ്, ഗ്രീൻ, ബ്ലൂ. ഈ മൂന്ന് കളേഴ്സിനെയാണ് നമ്മൾ മിക്സ് ചെയ്തത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ മൂന്ന് കളേഴ്സ് ആണ് നമ്മുടെ പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇവർ കൂടി ചേർന്നിട്ടുണ്ടായിട്ടുള്ള കളേഴ്സ് ഏതൊക്കെയാണ്? നമുക്ക് മജന്ത കിട്ടി, അതുപോലെ തന്നെ യെല്ലോ കിട്ടി, പിന്നെ കിട്ടിയതാണ് ചെയ്യാൻ. അപ്പൊ ഈ മൂന്ന് കളർ ഇവർ കൂടി ചേർന്നിട്ടുണ്ടായിട്ടുള്ള ഈ മൂന്ന് കളേഴ്സിനെ നമുക്ക് എന്ത് പറയാം? സെക്കൻഡറി കളേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇൻ ദ റീജിയൻ വെർ റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ കളേഴ്സ് ഓഫ് ദ സെയിം ഇൻറ്റൻസിറ്റി ആർ കമ്പൈൻഡ്. അവർ മൂന്ന് പേരും ഒരേ ഇൻറ്റൻസിറ്റിയിൽ, മൂന്ന് പേര് റെഡും ഗ്രീനും ബ്ലൂവും കൂടെ ഒരേ ഇൻറ്റൻസിറ്റിയിൽ കൂടി ചേർന്ന് കിട്ടിയിട്ടുള്ള റീജിയനിൽ നമുക്ക് എന്താണ് കിട്ടിയത്? വൈറ്റ് കളർ കിട്ടി. ഇനി റെഡും ഗ്രീനും കൂടെ കമ്പൈൻ ചെയ്ത സ്ഥലത്ത് നമുക്ക് യെല്ലോ കളർ കിട്ടി. അതുപോലെ ഗ്രീനും ബ്ലൂവും കൂടെ ഗ്രീൻ ആൻഡ് ബ്ലൂ കമ്പൈൻ ചെയ്ത സ്ഥലത്ത് സ്യാനും, അതുപോലെ തന്നെ റെഡ് ആൻഡ് ബ്ലൂ കമ്പൈൻ ചെയ്ത സ്ഥലത്ത് നമുക്ക് മജന്തയും കിട്ടി. അപ്പോൾ ഈ മജന്ത, സ്യാൻ, അതുപോലെ തന്നെ യെല്ലോ ആണ് സെക്കൻഡറി കളേഴ്സ്. പ്രൈമറി കളേഴ്സ് ഏതൊക്കെയാണ്? റെഡ്, ഗ്രീൻ, ബ്ലൂ. ഓക്കെ, അപ്പോൾ നോട്ട് ഓൺലി വൈറ്റ് ലൈറ്റ് ബട്ട് ഓൾ അതർ കളേർഡ് ലൈറ്റ്സ് ക്യാൻ ഓൾസോ ബി ക്രിയേറ്റഡ് യൂസിങ് റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ ലൈറ്റ്. വൈറ്റ് ലൈറ്റ് മാത്രമല്ല, പക്ഷെ പലതരത്തിലുള്ള കളേഴ്സ് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് നമുക്ക് പല കളേഴ്സും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ കണ്ടു മജന്ത, സ്യാൻ ആൻഡ് യെല്ലോ ഉണ്ടാക്കിയെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലൈറ്റ്സിനെ നമ്മൾ എന്ത് വിളിക്കും? പ്രൈമറി കളേഴ്സ് ഓഫ് ലൈറ്റ് എന്ന് വിളിക്കും. ഇനി കമ്പൈൻ ചെയ്ത് രണ്ട് പ്രൈമറി കളേഴ്സ് കമ്പൈൻ ചെയ്തുണ്ടായിട്ടുള്ള കളേർഡ് ലൈറ്റിനെ നമ്മൾ സെക്കൻഡറി കളർ ഓഫ് ലൈറ്റ് എന്ന് വിളിക്കും. ഇനി ഒരു സെക്കൻഡറി കളർ എങ്ങനെ ഉണ്ടായിട്ടുള്ളത്? രണ്ട് പ്രൈമറി കളേഴ്സ് വെച്ചിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി ഈ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മജന്ത എടുത്തു. മജന്ത എങ്ങനെ ഉണ്ടായിട്ടുള്ളത്? മജന്ത ഉണ്ടായിട്ടുള്ളത് റെഡും ബ്ലൂവും കൂടെ ചേർന്നിട്ടാണ് മജന്ത ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ റെഡ് പ്ലസ് ബ്ലൂ ആണ് മജന്ത എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒപ്പം, അപ്പോൾ ഈ മജന്ത എന്ന് പറയുന്നതിൻ്റെ ഒപ്പം ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ നമ്മളുടെ ഗ്രീൻ ലൈറ്റും കൂടെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്തായിരിക്കും കിട്ടാൻ പോകുന്നുണ്ടാവുക? വൈറ്റ് ലൈറ്റ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ വെൻ എ സെക്കൻഡറി കളർ ഈസ് കമ്പൈൻഡ് വിത്ത് എ പ്രൈമറി കളർ, അതെങ്ങനത്തെ പ്രൈമറി കളർ ആയിരിക്കണം? അതില്ലാത്തൊരു പ്രൈമറി കളർ ആയിരിക്കണം. ഓക്കെ, അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? വൈറ്റ് ലൈറ്റ് കിട്ടുക. അപ്പം അങ്ങനെയുള്ള പെയർ ഓഫ് കളേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? കോംപ്ലിമെന്ററി കളർ എന്ന് പറയാം. അപ്പോൾ മജന്ത എന്ന് പറയുന്ന ലൈറ്റിന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ളത് ആരാണ്? ഗ്രീൻ ആണ്. കാരണം മജന്തേൻ്റെ ഒപ്പം ഗ്രീനും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് വൈറ്റ് കിട്ടും. ഇപ്പം നമ്മൾ ഈ ഇമേജ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്യാൻ എന്ന് പറയുന്നത് ഏത് കളർ തമ്മിൽ കൂടി ചേർന്നിട്ടാണ്? ഗ്രീൻ പ്ലസ് ബ്ലൂ ആണ്. ഇനി ഇതിൻ്റെ ഒപ്പം ഞാൻ റെഡും കൂടെ കൂട്ടിയാലാണ് എനിക്ക് എന്ത് കിട്ടുള്ളൂ? വൈറ്റ് ലൈറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഈ സ്യാൻ എന്ന് പറയുന്ന കളറിന്റെ കോംപ്ലിമെന്ററി കളർ റെഡ് ആയിരിക്കും. ഇനി യെല്ലോ എന്ന് പറയുന്നത് റെഡ് പ്ലസ് ഗ്രീൻ കൂടി ചേർന്നപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടിയത്? യെല്ലോ കിട്ടിയത്.
അപ്പോൾ ഇനി ഈ യെല്ലോൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ റെഡ് പ്ലസ് ഗ്രീൻ പ്ലസ് ബ്ലൂവും കൂടി ആയാലാണ് നമുക്ക് വൈറ്റ് ലൈറ്റ് കിട്ടുള്ളൂ. അപ്പോൾ യെല്ലോൻ്റെ കൂടെ ബ്ലൂ കൂട്ടിച്ചേർന്നാൽ എനിക്ക് എന്ത് കിട്ടും? വൈറ്റ് ലൈറ്റ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിമെൻ്ററി കളർ ഏതാണ്? ബ്ലൂ ആണ്. അതാണ് കോംപ്ലിമെൻ്ററി കളർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതവിടെ കൊടുത്തിട്ടുണ്ട്. യെല്ലോ എന്ന് പറയുന്നത് റെഡ് പ്ലസ് ഗ്രീൻ ആണ്. ഇനി റെഡ് പ്ലസ് ബ്ലൂ ആണ് മജന്ത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്ലൂ പ്ലസ് ഗ്രീൻ ആണ് സിയാൻ എന്ന് പറയുന്നത്. അപ്പോൾ യെല്ലോന്റെ കോംപ്ലിമെന്ററി കളർ ബ്ലൂ ആണ്. കാരണം ഈ റെഡ് പ്ലസ് ഗ്രീനിന്റെ ഒപ്പം ബ്ലൂവും കൂടെയുള്ള പ്രൈമറി കളർ ചേർന്നാലാണ് നമുക്ക് വൈറ്റ് ലൈറ്റ് കിട്ടുള്ളൂ. അപ്പോൾ റെഡ് പ്ലസ് ബ്ലൂ ആണ് മജന്ത. അതിന്റെ ഒപ്പം ഏത് കളർ ചേർന്നാലും നമുക്ക് വൈറ്റ് ലൈറ്റ് കിട്ടാം? അതിലില്ലാത്ത ഗ്രീൻ ചേർന്നാലാണ് നമുക്ക് വൈറ്റ് ലൈറ്റ് കിട്ടുക. ഇനി സിയാൻ എന്ന് പറയുന്നത് ബ്ലൂ പ്ലസ് ഗ്രീൻ ആണ്. ഇതിന്റെ ഒപ്പം ഏത് കളർ ചേർന്നാലും നമുക്ക് വൈറ്റ് ലൈറ്റ് കിട്ടാം? ബ്ലൂ പ്ലസ് ഗ്രീൻ പ്ലസ് റെഡ് ചേർന്നാലാണ്. അപ്പോൾ സിയാനിന്റെ കോംപ്ലിമെന്ററി കളർ റെഡ് ആയിരിക്കും. അതാണ് ഈ കോംപ്ലിമെന്ററി കളർ എന്നുള്ള. ഇപ്പോൾ സെക്കൻഡറി കളർ രണ്ട് കളേഴ്സ് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം എക്സ്ട്രാ ഒരു കളർ, നമുക്കറിയാം രണ്ട് പ്രൈമറി കളർ അവിടെ ഓൾറെഡി ഉണ്ട്. അതിൻ്റെ ഒപ്പം ബാക്കിയുള്ള ഒരു പ്രൈമറി കളറും കൂടെ ചേർത്താൽ നമുക്ക് എന്ത് ചെയ്യും? വൈറ്റ് ലൈറ്റ് കിട്ടും. അപ്പോൾ ഏതാണോ ആ പ്രൈമറി കളർ അതിനെയാണ് നമ്മൾ ആ പെർട്ടിക്കുലർ സെക്കൻഡറി കളറിന്റെ കോംപ്ലിമെന്ററി കളർ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഇനി പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. നമ്മൾ ഈ ഒരു ചന്ദനത്തിരി ഇൻസെൻസ് സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഇൻസെൻസ് സ്റ്റിക്ക് ചന്ദനത്തിരി നമ്മളിങ്ങനെ ചുറ്റിനെ വേഗം ഇങ്ങനെ ചുറ്റും റൗണ്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് റിങ് കാണാം. ഒരു റിങ് ഓഫ് ഫയർ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണ്? അത് ഒരു നമ്മുടെ കണ്ണിനുള്ള ഒരു പെക്യൂലിയാരിറ്റി കൊണ്ടാണ് അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഒരു അതിന്റെ ഫീച്ചറിനെ അല്ലെങ്കിൽ ആ ഒരു പെക്യൂലിയാരിറ്റി ഓഫ് നമ്മുടെ ഹ്യൂമൻ ഐനെ പറയുന്നതാണ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കണ്ണിന്റെ മുന്നിൽ നിന്ന് നമ്മൾ പെട്ടെന്നൊരു ഒബ്ജക്റ്റിനെ അങ്ങോട്ട് എടുത്ത് മാറ്റാമെന്ന് വിചാരിക്കാം. പക്ഷെ ആ ഒരു സാധനം അവിടെ ഉള്ളതുപോലെ നമുക്കൊരു സെക്കൻഡിന്റെ 1/6 ഓഫ് ഒരു സെക്കൻഡ് അത്ര സമയം നമുക്കത് അവിടെ ഉള്ളതുപോലെ തോന്നും. അതവിടെ പേഴ്സിസ്റ്റ് ചെയ്യും. അതുള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. പെട്ടെന്ന് എടുത്ത് മാറ്റിയാലും ഒരു സെക്കൻഡിന്റെ 1/6 പാർട്ട് ആ സംഭവം അവിടെ ഉള്ളതായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു സാധനം എടുത്തു മാറ്റിയാലും അത് സ്റ്റിൽ കുറച്ച് നേരത്തേക്കാണെങ്കിലും എന്തൊരു നേരമാണ്? 1/16 ഓഫ് എ സെക്കൻഡ് ആണ്. അത്ര നേരത്തേക്കാണെങ്കിലും അത് നമ്മുടെ കണ്ണിന്റെ മുന്നിൽ ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു പെക്യുലാരിറ്റീനെയാണ് നമ്മൾ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ ചന്ദനത്തിൽ ഇങ്ങനെ കത്തുന്നത് നമ്മളിങ്ങനെ തിരിച്ചാലും നമുക്കൊരു റിങ് ആയിട്ട് തോന്നുന്നത്. ശരിക്കും അതിൻ്റെ ആ സ്പോട്ടിൽ നിന്ന് അത് മാറിയിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്ന പ്രത്യേകത കണ്ണിനുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇനി ന്യൂട്ടന്റെ കളർ ഡിസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ കളർ പ്രൈമറി സൺലൈറ്റിലുള്ള എല്ലാ കളേഴ്സും ഉണ്ടല്ലേ, നമ്മൾ വിബ്ജിയോർ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, ഈ 7 കളേഴ്സിനെയും സെയിം ഓർഡറിൽ എക്സാക്ട്ലി ഇപ്പം ഞാൻ പറഞ്ഞ അതേ ഓർഡറിൽ ഒരേ പ്രൊപ്പോർഷനിൽ നമ്മൾ വെച്ചിട്ട് ഇതിനെ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് തിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ എല്ലാ കളേഴ്സും നമ്മുടെ കണ്ണിൽ നിന്ന് വാനിഷായി അവരെ നമുക്ക് വൈറ്റ് കളറിൽ കാണാൻ പറ്റും. കാരണം അത്ര പെട്ടെന്നാണ് അത് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതങ്ങനെ തിരിയുമ്പോൾ നമ്മൾക്ക് വിഷ്വൽ എക്സ്പീരിയൻസ് ഉണ്ടാവുന്ന എന്താണ്? എല്ലാ കളേഴ്സും വാനിഷ് ചെയ്ത് അവിടെ ജസ്റ്റ് നമുക്കൊരു വൈറ്റ് കളർ മാത്രമായിട്ട് കിട്ടും. ഇതും എന്ത് കാരണം തന്നെയാണ്? ഈ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ഇഫക്റ്റ് തന്നെയാണ്. ഈ ഒരു എല്ലാ കളേഴ്സിൻ്റെ ഒരു കമ്പൈൻഡ് ഇഫക്റ്റ് നമ്മുടെ കണ്ണിന് വൈറ്റ് കളറായിട്ട് അപ്പിയർ ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു ഇമേജ് കൊടുത്തേക്കാണ് അല്ലേ, 2 കുട്ടികൾ. അതിൽ ഒരാൾ വെച്ചിട്ടുള്ളത് ഒരു റെഡ് ഫിൽറ്ററുള്ള ഗ്ലാസും മറ്റേ ആൾ വെച്ചിട്ടുള്ളത് ഒരു ബ്ലൂ ഫിൽറ്ററുള്ള ഗ്ലാസ്സുമാണ്. അപ്പോൾ അവർ വൈറ്റ് ഫ്ലവറിനെയാണ് നോക്കുന്നത്. അപ്പോൾ ഒരാൾ പറയാണ് ഈ ഫ്ലവർ റെഡ് ആണല്ലേ എന്ന്. അപ്പോൾ റെഡ് ആണോ, ഇത് ബ്ലൂ അല്ലേ എന്ന് അടുത്ത ആൾ പറയാണ്. അപ്പം എന്താണ്, അവർ വെച്ചിട്ടുള്ള കണ്ണട അവർക്ക് ആ പെർസെപ്ഷൻ അതിൻ്റെ കളർ എങ്ങനെയാണെന്ന് വ്യത്യസ്തമായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം നമ്മളൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിൽ കൂടെ കളേഴ്സ് കാണുമ്പോൾ എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ, ഞാൻ കണ്ണട വയ്ക്കുന്ന ഒരാളാണ്. എൻ്റെ കണ്ണട നമ്മൾ നോർമലി എങ്ങനെയാണ്? വൈറ്റ് കളർ ആയിട്ടുള്ള, വൈറ്റ് മീൻസ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പ്യുവർ ട്രാൻസ്പെറൻറ്റ് വാട്ടർ പോലത്തെ ഗ്ലാസ് ആണ്. അപ്പോൾ എനിക്ക് എല്ലാ കളറും ഒരുപോലെയായിട്ടും കാണാം. ഇനിയിപ്പോൾ ഞാനൊരു ഫിൽറ്റർ വെച്ചിട്ടുള്ള കണ്ണടയാണ് ഇട്ടിട്ടുള്ളതെന്ന് വിചാരിക്കാം. ഇമാജിൻ ഒരു റെഡ് ഫിൽറ്റർ വെച്ചിട്ടുള്ള കണ്ണടയാണ് എൻ്റെന്ന് വിചാരിക്കാം. അപ്പോൾ എൻ്റെ കണ്ണട ഏത് കളറിനെ മാത്രമേ കടത്തി വിടുള്ളൂ? റെഡിനെ മാത്രമേ അത് കടത്തി വിടുള്ളൂ. ബാക്കി എല്ലാ കളേഴ്സിനെ അത് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യപ്പെടും. ഇനി അടുത്തത് ബ്ലൂ ഫിൽറ്റർ ആയിരുന്നു എൻ്റെ കണ്ണട എന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് ചെയ്യും? ബ്ലൂവിനെ മാത്രമേ അത് കടത്തി വിടുള്ളൂ. ബാക്കി എല്ലാ കളേഴ്സിനെ അത് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. ഇനി ഗ്രീൻ ഫിൽറ്റർ ആണ്. അപ്പോൾ ഗ്രീനിനെ മാത്രമേ കടത്തി വിടുള്ളൂ. ബാക്കി എല്ലാത്തിനെയും അത് എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. അപ്പം നമുക്ക് ആ പെർട്ടിക്കുലർ കളറിലായിരിക്കും നമ്മൾ നോക്കുന്ന സംഭവങ്ങളെ കാണുന്നത്. ഓക്കെ,
ഇനി അപ്പോൾ ഫിൽറ്റർ ട്രാൻസ്മിറ്റ് ഓൺലി ദ കളർ ഓഫ് ദ ഫിൽറ്റർ. ഏതാണോ ഫിൽറ്ററിന്റെ കളർ ആ കളറിനെ മാത്രമേ അത് ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. ബാക്കി എന്ത് ചെയ്യും അത്? ബാക്കി എല്ലാ കമ്പോണന്റ് കളേഴ്സിനെയും അത് അബ്സോർബ് ചെയ്യും, അല്ലെങ്കിൽ ബാക്കി കളേഴ്സിനെ അത് ബ്ലോക്ക് ചെയ്യും എന്ന് നമുക്ക് പറയാം. ഇപ്പൊ നോക്ക്, വൈറ്റ് ലൈറ്റ് റെഡ് ഫിൽറ്ററിന് വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് റെഡ് കളറിനെ ട്രാൻസ്മിറ്റ് ചെയ്യും അല്ലേ? വൈറ്റ് ലൈറ്റിലുള്ള റെഡ് കളറിനെ മാത്രം ട്രാൻസ്മിറ്റ് ചെയ്യും, ബാക്കി എല്ലാവരെയും ബ്ലോക്ക് ചെയ്യും. ഇനി ഇവിടെ ഗ്രീനിനെ ആണെങ്കിൽ അത് എന്ത് ചെയ്യും? അത് എന്ത് ചെയ്യും? ഇറ്റ് ട്രാൻസ്മിറ്റ്സ് ഏത് കളറ്? ഗ്രീൻ കളറിനെ മാത്രം ട്രാൻസ്മിറ്റ് ചെയ്യും. ബ്ലൂ ആണെങ്കിലോ അത് എന്ത് ചെയ്യും? സെയിം, ബ്ലൂവിന് എന്ത് ചെയ്യും? അത് ബ്ലൂ കളറിനെ മാത്രം എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യും. ഇനി അടുത്തത് നോക്കാം. അടുത്തത് നമ്മൾ വെച്ചിട്ടുള്ളത് മജന്തയാണ്. മജന്ത ഏത് രണ്ട് കളേഴ്സ് തമ്മിൽ കമ്പൈൻ ചെയ്യുന്നതാണ്? റെഡ് ആൻഡ് ബ്ലൂ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മജന്ത കിട്ടുന്നത്. അപ്പോ മജന്ത കളർ ഒരു സെക്കൻഡറി കളേർഡ് ആയിട്ടുള്ള ഫിൽറ്റർ ആയതുകൊണ്ട് തന്നെ അത് ഏതെല്ലാം കളേഴ്സിനെ, അത് മജന്ത ലൈറ്റിനെയും അതുപോലെ തന്നെ ഏതൊക്കെ അതിൻ്റെ കമ്പോണന്റ് ആയിട്ടുള്ള കളേഴ്സിനെയും അത് കടത്തിവിടും. ഓക്കെ, അതിൻ്റെ കമ്പോണന്റ് ആയിട്ടുള്ള കളേഴ്സിനെയും കൂടെ അത് എന്ത് ചെയ്യും? കടത്തിവിടും. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ റെഡ് നോക്ക്, റെഡിനെ അത് ട്രാൻസ്മിറ്റ് ചെയ്തു, കാരണം മജന്തയിൽ റെഡ് ഉണ്ട്. ഇനി ഗ്രീനിനെ അത് ട്രാൻസ്മിറ്റ് ചെയ്യുമോ? ഗ്രീനിനെ അത് ട്രാൻസ്മിറ്റ് ചെയ്യില്ല, അത് ഗ്രീനിനെ ബ്ലോക്ക് ചെയ്യും. ഇനി ബ്ലൂവിനെ, യെസ്, ഇറ്റ് ട്രാൻസ്മിറ്റ്സ് ബ്ലൂവിനെ അത് എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യും. ഇനി യെല്ലോ എന്ന് പറയുന്നത് ഇനി ആരൊക്കെ ചേർന്നിട്ടുള്ളതാണ്? യെല്ലോ എന്ന് പറയുന്നത് ഗ്രീൻ പ്ലസ് റെഡ് ആണ് അല്ലേ? ഗ്രീൻ പ്ലസ് റെഡ് ആണ്. അപ്പോൾ ഇതിൽ മജന്തയിൽ ഒരു റെഡ് ഉണ്ട്, യെല്ലോയിൽ ഒരു റെഡ് ഉണ്ട്. അപ്പോൾ യെല്ലോ കളർ പോയി കഴിഞ്ഞാൽ യെല്ലോയിലുള്ള ഈ റെഡിനെ മാത്രം അത് കടത്തിവിടും, പക്ഷെ ആരെ കടത്തിവിടില്ല? ഗ്രീനിനെ കടത്തിവിടില്ല. കാരണം ഈ റെഡ് എന്ന് പറയുന്നത് മജന്തയുടെയും കമ്പോണന്റ് കളറാണ്. അപ്പോൾ അതിനെ പെർമിറ്റ് ചെയ്യും, ബാക്കിയുള്ള ഗ്രീനിനെ ബ്ലോക്ക് ചെയ്യും. ഇനി വൈറ്റ് ലൈറ്റ് വരാണെങ്കിലോ, വൈറ്റ് ലൈറ്റിൽ റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട് അല്ലേ? അപ്പോൾ ആ റെഡിനെയും ബ്ലൂവിനെയും മാത്രം കടത്തിവിടാം, ബാക്കി ആരും മജന്തയുടെ കമ്പോണന്റ് കളേഴ്സ് അല്ല. അതുകൊണ്ട് റെഡിനെയും ബ്ലൂവിനെയും മാത്രം കടത്തിവിടും. ഇവിടെ ഇച്ചിരി ഒരു കൺഫ്യൂഷൻ തോന്നാൻ യെല്ലോ മാത്രമേ ഉള്ളൂ. യെല്ലോ എന്ന് പറയുന്നത് ഗ്രീനിനെയും റെഡിനെയും കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ടാക്കിയതാണ്. അപ്പൊ എന്ത് ചെയ്യും? റെഡിനെ അത് കടത്തിവിടും, ഗ്രീനിനെ അത് കടത്തിവിടില്ല. റെഡിനെ കടത്തിവിടാൻ കാരണം എന്താ? മജന്തയിൽ റെഡ് എന്ന് പറഞ്ഞ കളർ ഉണ്ട്, സോ ഇറ്റ് വിൽ പെർമിറ്റ് റെഡ് ബട്ട് നോട്ട് ഗ്രീൻ. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് മറ്റേ സ്യാനും കൂടെ പറയുകയാണെങ്കിൽ അതിലെന്താണ്? സ്യാനിൽ അതാ ഈ കളർ ലൈറ്റ് ആണ് വരുന്നത്. അത് ഏതൊക്കെയാണുള്ളത്? ബ്ലൂ ആൻഡ് ഗ്രീൻ ആണ് അല്ലേ? ബ്ലൂ പ്ലസ് ഗ്രീൻ ആണ്. ഏതെങ്കിലും കടത്തി വിടും? യെസ്, ഡെഫിനറ്റ് ആയിട്ട് ബ്ലൂ കളർ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടാവും. കാരണം എന്താണ്? മജന്തയിൽ ബ്ലൂ ഉള്ളതുകൊണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇനി ഒരു സെക്കൻഡറി ഫിൽറ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇനി കളർ ഓഫ് ഒപ്പേക്ക് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റിനെ ഒട്ടും ട്രാൻസ്മിറ്റ് ചെയ്യാത്ത ഒബ്ജക്ട്സിനെയാണ് നമ്മൾ ഒപ്പേക്ക് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. മരക്കഷ്ണങ്ങൾ, അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും അങ്ങനെ ഹാർഡായിട്ടുള്ള കടത്തിവിടാത്ത എന്തെങ്കിലും സംഭവങ്ങളെയാണ് നമ്മൾ ഒപ്പേക്ക് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മെറ്റൽ പീസ്, അതൊക്കെ ഒപ്പേക്ക് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്? ഒപ്പേക്ക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കളർ ഏതാണോ ആ കളറും പിന്നെ അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ നിയർ ആയിട്ട് വരുന്ന അഡ്ജസൻറ്റ് വേവ് ലെങ്ത് ഉള്ള മറ്റു കളറുകളെയും അതെന്ത് ചെയ്യും? തൊട്ടടുത്ത് നിൽക്കുന്നത് കേട്ടോ, അഡ്ജസൻറ്റ് എന്ന് വളരെ അടുത്ത് നിൽക്കുന്ന മറ്റ് വേവ് ലെങ്ത് ഉള്ള കളറിനെയും കൂടെ അത് റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷെ അകലെയുള്ള എടുക്കുന്നതിനൊന്നും അത് എന്ത് ചെയ്യില്ല? റിഫ്ലക്റ്റ് ചെയ്യില്ല. അപ്പൊ എന്താണ്? ഒരു സൺലൈറ്റ് ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റുമ്പോൾ ഫോൾ ചെയ്യുമ്പോൾ ഒരു റെഡ് കളറിലുള്ള എന്തെങ്കിലും ഒരു സാധനത്തുമ്പോഴാണ്, ഇപ്പോൾ ഒരു സ്ട്രോബെറിയുടെ പിക്ചർ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ റെഡ് കളറുള്ള സ്ട്രോബെറിയുമേ ലൈറ്റ് വന്ന് ഫോളോ ചെയ്യുമ്പോൾ അത് എന്തിനെ മാത്രം കടത്തിവിടും? റിഫ്ലക്റ്റ് ചെയ്യും, റെഡിനെ മാത്രം റിഫ്ലക്റ്റ് ചെയ്യും. റെഡ് അതിൻ്റെ കളറാണ്, അപ്പോൾ ആ ഒരു കളറിനെ മാത്രം അത് റിഫ്ലക്റ്റ് ചെയ്യും, ബാക്കി എല്ലാവരെയും അബ്സോർബ് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള അഡ്ജസൻറ്റ് വേവ് ലെങ്ത്തിനെയും കൂടെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ചില സമയത്ത് നമുക്ക് ചില കളർ നമ്മൾ കാണുന്നതായിരിക്കില്ല ചിലപ്പോൾ അതിൻ്റെ ഒറിജിനൽ കളർ എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ അഡ്ജസൻറ്റ് വേവ് ലെങ്ത്തിനെയും കൂടെ അത് എന്ത് ചെയ്യുന്നുണ്ട്? റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർക്കണം, ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കളറിൻ്റെ ഒരു സിംഗിൾ വേവ് ലെങ്ത് ഉള്ള ഒരു കളറിൻ്റെ ആൾ മാത്രമല്ല, അതിൻ്റെ ഇതാണ് പറയുന്നത് അഡ്ജസൻ്റ് ആയിട്ടുള്ള വേവ് ലെങ്ത്തിനെയും കൂടെ അത് എന്ത് ചെയ്യുന്നുണ്ട്? റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ പെർസെപ്ഷനിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഓരോരുത്തരുടെ കണ്ണിലുള്ള റോഡ് സെൽസ് ആൻഡ് കോൺ സെൽസ് ഉണ്ട്. അത് നമ്മളുടെ ലൈറ്റ് സെൻസിറ്റീവ് സെല്ലാണ്. നമ്മുടെ റെറ്റിനയിലുള്ള ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള സെല്ലുകളാണ് റോഡ് സെൽസും കോൺ സെൽസും. അപ്പോൾ ഈ റോഡ് സെൽസും കോൺ സെൽസിൻ്റെയും പെർസെപ്ഷൻ, അവർ ഓരോ സാധനങ്ങൾ കാണുന്നത് ഓരോ മനുഷ്യർക്കും വ്യത്യാസമായിരിക്കും. ഓരോരുത്തരുടെ കണ്ണിൻ്റെ കപ്പാസിറ്റിയും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കളർ വ്യത്യാസം തോന്നാം. ഒരു കളർ വ്യത്യാസം തോന്നാൻ കാരണം ഇപ്പം റെഡ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് റെഡ് കളറിനെ മാത്രമായിരിക്കില്ല, അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള വേവ് ലെങ്ത്തിനെയും കൂടെ അത് എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട്. രണ്ടാമത്തത്, ഓരോ ആൾക്കാരുടെയും കണ്ണിൽ റോഡ് സെൽസിൻ്റെയും കോൺ സെൽസിൻ്റെയും കപ്പാസിറ്റി എന്ന് പറയുന്നത് വ്യത്യാസമാണ്. അപ്പം അതിനനുസരിച്ച് എന്തുണ്ടാവും?
അതിനനുസരിച്ച് നമ്മൾ കാണുന്ന കളറിൽ വ്യത്യാസമുണ്ട്. ദ ഒബ്ജക്റ്റ് അബ്സോർബ്സ് ഓൾ അതർ കളേഴ്സ്. ബാക്കി എല്ലാ കളേഴ്സിനെയും ഇപ്പൊ ബ്ലൂ, ഇവിടെ നോക്ക് ഗ്രീൻ കളർ, ഇവിടെ വൈറ്റ് ലൈറ്റ് ആണ് വീഴുന്നത്, നമുക്ക് കാണുന്നത് ഗ്രീൻ ആണല്ലേ. അപ്പൊ ഗ്രീനും അതിന്റെ അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള വേവ് ലെങ്ത് ഒക്കെ നമ്മുടെ കണ്ണിലേക്ക് റിഫ്ലക്ട് ചെയ്യും. ബാക്കി എല്ലാ കളേഴ്സിനും എന്ത് ചെയ്യും, അത് അബ്സോർബ് ചെയ്യും. അപ്പൊ നമ്മൾ കാണുന്നത് എന്ത് കളറായിരിക്കും, ഇവിടെ ഗ്രീൻ തന്നെയായിരിക്കും, ഇത് ബ്ലൂ. ഓക്കെ, ബാക്കി അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള എല്ലാ കളേഴ്സ്, അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള കുറച്ച് കളേഴ്സിനെയും കൂടെ അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടാവും. ബാക്കി എല്ലാവരെയും അത് എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യും. ആപ്പിൾ ആണെങ്കിലും വൈറ്റ് ആകുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക, വൈറ്റ് ആകുമ്പോൾ എല്ലാ കളേഴ്സിനെയും അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടാവും. അബ്സോർബ് ചെയ്യല്ല, എല്ലാ കളേഴ്സിനെയും അത് എന്ത് ചെയ്യുന്നുണ്ടാവും, ഈക്വലി റിഫ്ലക്ട് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് നമുക്കത് ഏത് കളറിൽ തന്നെ കാണുന്നത്, വൈറ്റ് കളറിൽ കാണുന്നത്. അപ്പോൾ വൈറ്റ് റിഫ്ലക്ട്സ് ഓൾ കളേഴ്സ് ഈക്വലി, അതുകൊണ്ടാണ് നമുക്ക് അതിനത് വൈറ്റ് കളറായിട്ട് കാണുന്നത്. അപ്പോൾ ഒരു ഒപ്പേക്ക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്, an opaque object of a secondary color can reflect light of its color and its component color. ഒരു സെക്കൻഡറി കളറുള്ള മജന്ത കളറുള്ള ഒരു സാധനമാണെങ്കിൽ അത് റെഡിനെയും ബ്ലൂവിനെയും കൂടെ എന്ത് ചെയ്യാൻ കൂട്ടത്തിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടാവും. കമ്പോണന്റ് കളേഴ്സിനെയും കൂടെ റിഫ്ലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ ലൈറ്റ് മാത്രമല്ല, അതിന്റെ കമ്പോണന്റ് കളേഴ്സിനെയും കൂടെ അത് റിഫ്ലക്ട് ചെയ്യാം. ഇനി എല്ലാ കളേഴ്സും റിഫ്ലക്ട് ചെയ്യുന്ന ഒരു സർഫസ് ഏത് തരത്തിൽ ഇരിക്കുന്നുണ്ടാവും, വൈറ്റ് ലൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. എ സർഫസ് ദാറ്റ് അബ്സോർബ്. ഇനി ഇപ്പോൾ റിഫ്ലക്ട് ചെയ്യുന്നത് വൈറ്റ് ലൈറ്റിലാന്ന് പറഞ്ഞു. ഇനി എല്ലാം അബ്സോർബ് ചെയ്യുന്ന ഒരു സർഫസ് ആണെങ്കിൽ ഏത് കളറായിരിക്കും, അത് ഡാർക്ക് ലൈറ്റ് ആയിരിക്കും, ഡാർക്ക് കളറായിരിക്കും, ബ്ലാക്കിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവുക. സോ ഇറ്റ് വിൽ ബി ഡാർക്ക്. വെൻ എല്ലാ കളറും അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഡാർക്ക്, എല്ലാ കളറിനെയും റിഫ്ലക്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വൈറ്റ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഗാർഡനിൽ പോയിട്ട് എല്ലാ പൂക്കളും വേറെ വേറെ കളറിൽ കാണാൻ എത്ര ബ്യൂട്ടിഫുൾ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. അതെന്തുകൊണ്ടായിരിക്കും ഇനി അങ്ങനെ വരാൻ കാരണം? ഇപ്പൊ നമുക്കറിയാം, എല്ലാ വൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ കോമ്പോസിറ്റ്, സൺലൈറ്റ് ഇസ് എ കോമ്പോസിറ്റ് ലൈറ്റ് അല്ലേ. അപ്പൊ ഈ കോമ്പോസിറ്റ് ലൈറ്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ പല കളേഴ്സ്, വിബ്ജിയോർ കളേഴ്സുള്ള ഈ ലൈറ്റ് വന്നിട്ട് ഈ ചെടികളുടെ പൂക്കളുമെല്ലാം വീഴുമ്പോൾ അവരവരുടെ കളറിനെ അവരെന്ത് ചെയ്യാണ്, റിഫ്ലക്ട് ചെയ്യാണ്, ബാക്കി എല്ലാവരെയും അബ്സോർബ് ചെയ്യാണ്. റെഡ് പൂമ്പ വീഴുമ്പോൾ റെഡിനെ റിഫ്ലക്ട് ചെയ്യും, ബാക്കി എല്ലാവരെയും അബ്സോർബ് ചെയ്യും. യെല്ലോ പൂമ്പ വീഴുമ്പോൾ യെല്ലോനെ റിഫ്ലക്ട് ചെയ്യും, ബാക്കി എല്ലാവരെയും അബ്സോർബ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ഓരോ ഒബ്ജക്ട്സും എന്ത് ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ ഒപ്പേക്ക് ഒബ്ജക്ട്സ് ആണല്ലേ, അതെ അവരൊക്കെ ഒപ്പേക്ക് ഒബ്ജക്ട്സ് ആണ്. അപ്പോൾ അവരുടെ കളറുകളെ റിഫ്ലക്ട് ചെയ്ത് ബാക്കി എല്ലാവരെയും അവർ അബ്സോർബ് ചെയ്യുന്നതുകൊണ്ടാണ് പല വസ്തുക്കളെയും പല കളറിൽ നമുക്ക് കാണുന്നത്. ഇനി നമുക്ക് ഒരു നോർമൽ ലൈഫിൽ നമുക്കൊരു എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് എനിക്ക് മിക്കപ്പോഴും പറ്റുന്നത്. നമ്മൾ കടയിൽ ഡ്രസ്സ് വാങ്ങാൻ പോയിട്ട് ഡ്രസ്സിന് നമ്മൾ ഒരു കളറിലെ കടയിലെ വൈറ്റ് ലൈറ്റിൽ നമുക്കൊരു ഡ്രസ്സിൻ്റെ കളറൊക്കെ ഫീൽ ചെയ്ത് അവസാനം നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ചിലപ്പോൾ ആ ഭംഗി നമുക്ക് അത്ര ഭംഗി തോന്നുന്നുണ്ടാവില്ല. അതെപ്പോഴും നമ്മുടെ മൈൻഡിൽ വേണം, കാരണം അവിടെ വൈറ്റ് ലൈറ്റ് ആണ്. വൈറ്റ് ലൈറ്റ് ഒരു കോമ്പോസിറ്റ് ലൈറ്റ് തന്നെയാണ്, പക്ഷേ ഈ വൈറ്റ് ലൈറ്റ് നമ്മുടെ സൺലൈറ്റിൻ്റെ പോലെ ഓരോ കളറും അത്രയും ഇൻറ്റൻസിറ്റിയിലായിരിക്കില്ല, അല്ലെങ്കിൽ അത്രയും പ്രൊപ്പോർഷനിൽ ഇത്രയും അളവിൽ ഓരോ ലൈറ്റും ആ വൈറ്റ് ലൈറ്റിൽ ഉണ്ടാവില്ല. ചിലപ്പോൾ റെഡ് കുറച്ച് കുറവായിരിക്കും, ചിലപ്പോൾ ബ്ലൂ കുറച്ച് കൂടുതലായിരിക്കും, ചിലപ്പോൾ ഗ്രീൻ കുറച്ച് കുറവായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഇൻറ്റൻസിറ്റിയും വ്യത്യാസം ഉണ്ടാവും. വൈറ്റ് ലൈറ്റിൽ അത് നമ്മൾ കാണുന്ന നമ്മുടെ ഡ്രസ്സിൻ്റെ കളർ റിഫ്ലക്റ്റ് ചെയ്യുന്നതും വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ അവിടെ എടുക്കുമ്പോൾ ഒരു കളറും പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ വേറെ കളറുമായിട്ട് തോന്നുന്നത് സൺലൈറ്റിൽ നോക്കുമ്പോൾ. അപ്പോൾ സൺലൈറ്റിൻ്റെ പ്രത്യേകത എന്താണ്, സൺലൈറ്റിൽ ഓരോ കളറും ഈക്വൽ എമൗണ്ടിൽ, എന്തോരം എമൗണ്ടിലാണോ ഉള്ളത് അത്രയും എമൗണ്ടിൽ നമ്മുടെ കടയിൽ വെച്ചിട്ടുള്ള വൈറ്റ് ലൈറ്റിൽ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം വരുന്നത്, നമുക്ക് കാണുന്നതിലുള്ള വ്യത്യാസം വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആ ചാപ്റ്ററിൻ്റെ ഒരു ഹാഫ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ഹാഫും കൂടി ഉണ്ട്. നമുക്ക് വീണ്ടും 2 ക്ലാസ് ആയിട്ട് ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് കാണാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും അതുപോലെ നിങ്ങളുടെ സജഷൻസും എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്ന് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.